പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ നമ്മൾ കണ്ടത് അറിവിന്റെ വരവാണ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ജ്ഞാനമാണ്. ജ്ഞാനം, അതായത് യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. പുതിയ വാല് തോന്നിട്ട് കണ്ട യാക്കോബിന് പഠിത്ത് ജ്ഞാനം കുറവായിരുന്നേ. പുള്ളിക്കാരൻ അനുഭവത്തിലൂടെ പഠിച്ചതാണത്. പുള്ളിക്കാരനല്ലേ യോഹന്നാൻ്റെ കൂടെ മറ്റേ സമരക്കാരൻ്റെ കൂടെ പോയി അവർ വടിവാളെടുത്ത് ആകപ്പാടെ കഷാകുളമായി കർത്താവിൻ്റെ അടുത്ത് വന്ന് ആ ഭൂമി ആകാശത്ത് നഗ്നി ഇറങ്ങി അവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കേണ്ടത് ചോദിക്കുമ്പോൾ വാട്ട് സ്പിരിറ്റ് യു ഹാവ് എന്ന് കർത്താവ് ചോദിക്കും. എന്ത് അരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അപ്പോൾ വേറെ അരൂപിയായിരുന്നു. പിന്നെ അവിടുന്ന് കർത്താവ് പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ പുള്ളിക്ക് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയണത്, എനിക്ക് ജ്ഞാനത്തിൽ കുറവായിരുന്നു, ഞാൻ കർത്താവിനോട് ചോദിച്ചാണ് അവസാനം മേടിച്ചത്. അതുകൊണ്ട് നിങ്ങളും ജ്ഞാനം കുറവുള്ള ആൾക്കാർ കർത്താവിനോട് ജ്ഞാനം വാങ്ങിക്കട്ടെ. ഈ ജ്ഞാനത്തിന് കറക്റ്റ് വചനം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ 103:7 സങ്കീർത്തനം 103:7. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കോ പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതാ വിഷയം. വഴികൾ മോശയ്ക്കും, അതായത് ജ്ഞാനം മോശയ്ക്കും, പ്രവർത്തികൾ, അറിവ് ഇസ്രായേൽ ജനത്തിനുമാണ്. ഇപ്പം കൽമഴയൊക്കെ പെയ്യുന്നുണ്ട്, പേൻ പെരുകുന്നുണ്ട്, തവള ചാടുന്നുണ്ട്, നഗരി രക്തമായി മാറുന്നുണ്ട്. എന്താണ് സംഭവിക്കണം എന്നുള്ള പ്രവർത്തികളെക്കുറിച്ച് ഇസ്രായേലിനറിയാം. പക്ഷെ മോശത്തിന് അങ്ങനെയല്ല അറിയാവുന്നത്. എന്തിനു വേണ്ടിയാണ്
ദൈവം ഇതൊക്കെ ചെയ്യണത് എന്തിനാണ്? ഈ ജനത്തെ വിട്ടുകിട്ടിയിട്ട് വാഗ്ദാന നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാ സംഭവങ്ങളുടെ പിന്നിലും ഒരു ജ്ഞാനം ഉണ്ടാകും. അതാണ് ദൈവിക പദ്ധതി. അപ്പം സംഭവങ്ങൾ ചിലപ്പോൾ എതിരായിട്ട് മാറിയാലും അതിനകത്തുള്ള ജ്ഞാനം നമുക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ആ ഒരു സംഭവങ്ങൾ നടക്കുന്ന കണ്ടിട്ട് അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചോ, ഞാൻ പ്രാർത്ഥിച്ചോ, എനിക്ക് പ്രാർത്ഥിച്ചൊരു പ്രയോജനമില്ലേ എന്നും പറഞ്ഞ് വിശ്വാസം കളയരുത്. ഈ പ്രവൃത്തിയെ കാണുന്നവൻ വിശ്വാസം പോകും. പക്ഷെ ജ്ഞാനം നോക്കുന്നവൻ വിശ്വാസത്തെ അതിജീവിച്ച് വിശ്വാസത്തിൽ വളരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അങ്ങനെ ആരാധന വന്ന് കൂടിയതിൻ്റെ ഫലമായി മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പക്ഷേ ഗർഭിണി സമയത്ത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ഷുഗർ ഉണ്ടായിരുന്നു, തൈറോയിഡ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്കാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ വയറ്റിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർഷനാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഫുൾ റെസ്റ്റായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ വലതുവശത്ത് ഫൈബ്രോയിഡും ഇടതുവശത്ത് കുഞ്ഞുമാ കിടന്നത്. എൻ്റെ കുഞ്ഞിന് തിരിയാനോ മറിയാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നന്നായിട്ട് ശ്രദ്ധിക്കണം, ആദ്യത്തെ 3 മാസം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അബോർഷനാകാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് ബ്ലീഡിങ് ചെറുതായിട്ട് വന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ കുഞ്ഞിനെ വേണം. ഞാൻ ഇവിടെ വന്ന് എൻ്റെ കുഞ്ഞുമായി വന്ന് ഈ നടയിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി നടയിൽ വന്ന് ഞാൻ മാതാവിനോട് നന്ദി പറയാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 9 മാസവും ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എനിക്ക് ഒത്തിരി മനപ്രയാസമായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഡോക്ടേഴ്സ് പറയും എൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, തൈറോയിഡ് കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. എനിക്ക് ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്തിരുന്നാലും എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അങ്ങനെ എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്, മാതാവ് എനിക്കൊരു സുഖപ്രസവം വേണമെന്ന്. പക്ഷേ എനിക്ക് ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് സുഖപ്രസവം നടന്നില്ല. ഡോക്ടർ പറഞ്ഞു സിസേറിയൻ ആണെന്ന്. പക്ഷേ 9 മാസം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 1 മാസം മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ സിസേറിയൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ കുഞ്ഞിൻ്റെ ഷുഗർ ലെവലൊക്കെ കുറഞ്ഞു പോയി. അങ്ങനെ 3 ദിവസം ICUയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞിന് വെയിറ്റൊക്കെ കുറവായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ജലദോഷവും അങ്ങനെ പെട്ടെന്ന് പ്രതിരോധ ശക്തി ഇല്ലാഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ കയറി പിടിച്ചു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം മാറി മാതാവ് ഞങ്ങൾക്ക് ഇത്രയും ആരോഗ്യമുള്ള, ഒരു കുഴപ്പമില്ലാത്ത, ഡോക്ടർ പറഞ്ഞിരുന്നു തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ കാണും കുഞ്ഞിനെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ മാതാവ് നൽകി അനുഗ്രഹിച്ചു. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാലറി വളരെ കുറവായിരുന്നു ജോലിയിൽ.
അപ്പോൾ എന്നോട് പറഞ്ഞു, നീ മാതാവിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, നല്ല സാലറി എനിക്ക് കിട്ടണമെന്ന്. ഞാനിവിടെ ആരാധനയിൽ വന്നിരുന്ന് രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ 4 മണി വരെ ഞാൻ ഇവിടെ ഇരുന്ന് കൊന്ത കൂടുമായിരുന്നു. അങ്ങനെ കൊന്ത കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡിന് നല്ല സാലറിയോടുകൂടി നല്ല ജോലി നൽകി അനുഗ്രഹിച്ചു. അതേപോലെ ഇപ്പോൾ ഹസ്ബൻഡിന് ഖത്തറിലെ ജോലി മാറി ഇപ്പോൾ സൗദിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. മെഡിക്കലും കാര്യങ്ങളും എല്ലാം മാറി നല്ല രീതിയിൽ ഹസ്ബൻഡിന് സൗദിയിൽ പോയി നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മാതാവ് ചെയ്യുന്ന എല്ലാ അനുഗ്രഹത്തിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. ഇവിടുന്ന് പത്രം എടുത്ത് ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എനിക്ക് ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നീ എനിക്ക് ഇന്നത്തെ ദിവസം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ജോലി പ്രശ്നങ്ങളെല്ലാം മാറണം, അതിന് നീ എന്തേലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാവിലെ ഉടമ്പടി പത്രവുമായി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ വീട് കുറച്ച് ദൂരെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ വീട് വരെ ഞാൻ നടന്ന് എല്ലാവർക്കും ഞാൻ ഉടമ്പടി പത്രം കൊടുത്തു. ഞാൻ തിരിച്ച് ഉടമ്പടി പത്രം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നു. എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി, എല്ലാം ശരിയായെന്ന് പറഞ്ഞ് ഫോൺ വന്നു. അതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ ഞാൻ ഗർഭിണിയായ സമയങ്ങളിൽ ബുക്സ് വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആ 9 മാസവും ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ ബൈബിൾ വായിച്ച് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അതെല്ലാം എൻ്റെ മാതാവ് തന്ന അനുഗ്രഹമാണ്. എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ കുറച്ച് പുറകോട്ടായിരുന്നു പ്രാർത്ഥനയിലൊക്കെ. പക്ഷേ ഞാൻ ഗർഭിണിയായപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിനോട് കൂടുതൽ അടുക്കാൻ പറ്റി. ഞാൻ പ്രാർത്ഥനയിൽ കൂടുതൽ അടുത്തു. ഇപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതീകമാണ് എനിക്ക് ഈ കുഞ്ഞ്. ഞാൻ ഒത്തിരി നന്ദി പറയുന്നു മാതാവ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജ്യോതികുമാർ. ഞാനൊരു ഹിന്ദുവാണ്. പത്തനംതിട്ടയിലാണ് വരുന്നത്. മാതാവിനെപ്പറ്റി അധികം എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു. യേശുവിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് 2015 മുകളിലാണ്. 2015 എൻ്റെ മാര്യേജ് കഴിഞ്ഞു. അതിനുശേഷം 2017 എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. ഫീറ്റൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് സർക്കുലേഷൻ കുറവാണെന്നും അതുപോലെ തന്നെ ഹാർട്ടിൽ ചെറിയ വാൽവിനൊരു ഹോളുണ്ടെന്നും ഐഡൻറ്റിഫൈ ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞു ഫോളോ അപ്പ് ചെയ്യാം, സർജറി വേണമെങ്കിൽ ഡെലിവറിക്ക് ശേഷം സർജറിയെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞു. ആ ടൈമിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ശരിക്കും നിരാശരായി ഞങ്ങൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. യേശുവിനോട് ഞങ്ങൾ ഡെയിലി കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഡെലിവറി വൈഫിൻ്റെ വിജയകരമായിട്ട് കഴിഞ്ഞു. ഹോള് ഉണ്ടെങ്കിൽ പോലും ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രസൻ്റ്ലി ഒന്നും തന്നെ വേണ്ട, ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി, ഗ്രാജ്വലി ആ ഹോൾ റിക്കവർ ആയിക്കോളും എന്ന് പറഞ്ഞു. കുഞ്ഞിന് 3 വയസ്സാകുന്നതുവരെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവ ഇടപെടലാൽ ആ ഹോൾ കംപ്ലീറ്റായിട്ട് ക്യൂറായി. അതുപോലെ തന്നെ സർക്കുലേഷൻ്റെ കാര്യമാണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ അത് നോർമൽ സ്റ്റേജിലായി. അതിനുശേഷം വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. കാരണം ജീവിതത്തിൽ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് ദൈവ ഇടപെടലാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി. സാമ്പത്തികത്തിൽ ഉപരി ദൈവ ഇടപെടൽ ഞങ്ങൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 2023 മെയ് 3-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനൊരു നേഴ്സായിട്ട് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വൈഫ് നേഴ്സാണ്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ നോക്കേണ്ടതിനാൽ വൈഫ് നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യമേ വൈഫ് ഉടമ്പടി എടുത്തു. ഞാൻ ഖത്തറിലായതുകൊണ്ട് എന്നോട് വൈഫ് പറഞ്ഞു, ഞാനും കൂടി ഉടമ്പടി എടുക്കുന്നത് നന്നായിരിക്കും, ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിക്കുവാൻ. ഇപ്പോൾ 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഞാൻ എന്നെ ശുദ്ധീകരിച്ചു. വൈഫ് എനിക്ക് പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ഫോണിൽ അയച്ചു തന്നു. സന്ധ്യാപ്രാർത്ഥനയും ജപമാലയും വിശ്വാസപ്രമാണവും അങ്ങനെയുള്ള എല്ലാ പ്രാർത്ഥനാ രീതികളും ഇതിലൊന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാം കാണാതെ പഠിച്ചു. അത് ഡെയിലി കണ്ടിന്യൂ ചെയ്ത് പോരുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.
അതിനകത്ത് ഞാൻ എൻ്റെ 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ 3 കാര്യങ്ങൾ എനിക്ക് മാതാവിൻ്റെ ഇടപെടലിൽ യേശുവിനാൽ സാധിച്ചു കിട്ടി. അതിലാദ്യമായിട്ടുള്ളത് വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ്. വൈഫ് സൗദി നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. വൈഫിൻ്റെ ഫ്രണ്ടും സൗദിയിൽ നേഴ്സായിരുന്നു. ആ ചേച്ചി 23 വർഷമായിട്ട് സൗദിയിൽ നേഴ്സായിരുന്നു. 23 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത് ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഹസ്ബൻഡുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ എന്ന ആഗ്രഹവുമായിട്ട് നാട്ടിൽ തിരിച്ചെത്തി. വന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് അബ്ഡോമിനൽ പെയിനും സ്റ്റൂളിനകത്ത് ബ്ലഡ് സ്റ്റെയിൻ കണ്ടു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കോളൻ ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്തത്. ശരിക്കും ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഷോക്കായിപ്പോയി. ചേച്ചിക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ചേച്ചിക്ക് റേഡിയേഷൻ എടുത്തു. അതിനുശേഷം കീമോ സ്റ്റാർട്ട് ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, സാധാരണ നമുക്കെല്ലാം അറിയാം കീമോയും റേഡിയേഷനും ഒക്കെ എടുക്കുമ്പോൾ മുടി പൊടിയും അങ്ങനെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇത് ചേച്ചിയുടെ കാര്യത്തിൽ മൈനർ സിംറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിക്ക് റേഡിയേഷൻ എടുത്തു. ആ ട്യൂമർ പോലെ ഉണ്ടായിരുന്നത് ചുരുങ്ങി. അതിനുശേഷം കീമോ സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ 6 മന്ത്സിനുള്ളിൽ ചേച്ചി ക്യൂറായി. ഇപ്പം നോർമൽ ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയാൻ എൻ്റെ ഫാദർ-ഇൻ-ലോയാണ്. ഒരു ദിവസം പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുകയും തളർന്ന് വീഴുകയും ചെയ്തു. ഹാർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കല്ലിശ്ശേരി ഹോസ്പിറ്റലുണ്ട്, അവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചു. ഡോക്ടർ എക്കോ ചെയ്തു. അതിൻ്റെ ഡയഗ്നോസിസ് ടെസ്റ്റ് ചെയ്തപ്പോൾ VF എന്ന കണ്ടീഷനാണ്, വെൻട്രിക്കുലർ ഫിബ്രിലേഷനാണ്. പിന്നെ അച്ഛൻ്റെ ഫാദർ-ഇൻ-ലോയുടെ ആ ഒരു ഏജ് കാരണം പെട്ടെന്നുള്ള സർജറി റിസ്ക് ആണെന്ന് പറഞ്ഞു. അവിടെ ഒരു 10-25 ദിവസം കിടന്നിട്ടും ICUലായിരുന്നു. ഒരു കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളപ്പോൾ ദൈവത്തോടും മാതാവിനോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സന്ധ്യാസമയങ്ങളിൽ ഉടമ്പടി തൈലവും ഉപ്പും ഞങ്ങൾ കുരിശ് വരയ്ക്കുകയും കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഫാദർ-ഇൻ-ലോയുടെ പേര് പറഞ്ഞ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിഷൻ കിട്ടുകയും പെട്ടെന്ന് തന്നെ ICD ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ആ സമയങ്ങളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മോഷൻ പോകാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിട്ട് ആക്ച്വലി ഫാദർ-ഇൻ-ലോ സൈക്കോളജിക്കൽ തന്നെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് മാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പം നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്തു ജീവിച്ചു പോകുന്നു. മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ഒരു റിലേറ്റീവ് മാരേജ് കഴിഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഡിവേഴ്സിൻ്റെ വക്കിൽ വരെ വന്നിരുന്നു. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ ഇടപെടലാൽ അവരിപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. ഈ 3 കാര്യങ്ങളാണ് നിയോഗം വെച്ചതിൽ എനിക്ക് അമ്മ മാതാവ് വഴി തിരുക്കുമാരനാൽ സാധിച്ചു തന്നത്. ഇതിന് ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ്. എൻ്റെ മോക്ക് 4.5 വയസ്സുള്ളപ്പോൾ, ഇപ്പോൾ 5 വയസ്സായി, 4.5 വയസ്സുള്ളപ്പോൾ ഞാൻ അന്ന് ഖത്തറിൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈവനിങ് ടൈം എൻ്റെ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞ് 5 രൂപ കോയിൻ വിഴുങ്ങിയെന്ന്. രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. ബെഡിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയെന്നറിയത്തില്ല. 5 രൂപയുടെ ഒരു കോയിൻ വിഴുങ്ങി. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഈസോഫാഗസിലാണ് അത് തങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് വേണേലും സംഭവിക്കാം. ഞാൻ അന്നേരം ഒരു പേഷ്യൻ്റെ അടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഞാൻ ഉള്ളുരുകി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി, അറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന റിപ്പീറ്റായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യമേ കുഞ്ഞിനെ കൊണ്ടുപോയത് കല്ലിശ്ശേരി ഹോസ്പിറ്റലിലാണ്. അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ വെച്ച് ഡോക്ടേഴ്സ് വന്നു, വൊമിറ്റ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മെഡിസിനും കൊടുക്കാതെ എൻ്റെ കുഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്തു. ആ 5 രൂപ കോയിൻ എൻ്റെ കുഞ്ഞിൻ്റെ മുന്നിലൂടെ താറയിലേക്ക് വീഴുകയാണ് ചെയ്തത്. ആളുകൾ നോക്കി നിൽക്കുന്നു. കുഞ്ഞ് വൊമിറ്റ് ചെയ്തു. ആ 5 രൂപ തെറിച്ച് പുറത്ത് വന്നു. അതാണ് എനിക്കിവിടെ അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ, ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിപ്പോയ 5 രൂപ കോയിൻ പുറത്ത് വരണേ, ഞാൻ ഈ കൃപാസനം തിരുവൾത്താരെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത്, ഞാൻ കാർ ഓടിച്ച് ഖത്തറിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ്. അവിടെ 12 hours കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അപ്പം നല്ല ടയേർഡാണ്, നല്ല സ്പീഡിലാണ്, 80-120 റേറ്റിലൊക്കെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ മുന്നിലുള്ളൊരു വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു.
പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ മാതാവിനെ പറ്റിയും മാതാവ് എൻ്റെ അടുത്ത് പറയുന്നത് പോലെയാണ് നീ നിൻ്റെ സ്റ്റിയറിംഗ് പെട്ടെന്ന് വെട്ടിക്കാൻ. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ ഈ പോകുന്ന സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ വണ്ടിയിലിടിച്ച് എനിക്ക് വന്നിരുന്ന ആഘാതത്തെ പറ്റിയും എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തന്നെ ഒരു ഇതുണ്ടായി. പെട്ടെന്ന് തന്നെ ഞാൻ വെട്ടിച്ചു. ഡിവൈഡറിൻ്റെ മണ്ടയ്ക്കൂടെ കയറി അപ്പുറത്ത് വണ്ടി ഇറങ്ങി. അതുപോലെ തന്നെ തിരിച്ച് ആ റോഡിൻ്റെ ഇപ്പുറത്ത് തന്നെ എനിക്ക് വരാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മാതാവിൻ്റെ ആ പ്രസൻസ് എനിക്ക് ഒത്തിരി, ദൈവ സാന്നിധ്യം എനിക്ക് ഒത്തിരി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വേറെ ഒരെണ്ണമാണ്, ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിന് താഴെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്.